എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അടുത്തൊരു മുൻപേയിലെ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ കൃഷ്ണയെടുത്ത് അലീന പറയുന്നു, മോളെ എനിക്ക് രോഹിത്തിനെ ഒന്ന് കാണണം, നീ രോഹിത്തിനോട് റൂമിലോട്ടൊന്ന് വരാൻ പറയും. സീരിയസ് ആണോ ചേച്ചി? ഒരു സീരിയസ് മാറ്റർ പറയാനാന്ന് പറയും. അങ്ങനെ രോഹിത്ത് റൂമിലോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് രോഹിത്ത് ചോദിക്കും, ചേച്ചി പനി മാറിയപ്പോഴത്തേക്ക് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? വലിയ ജോലിയൊന്നുമില്ല, ഈ പില്ലോ കവറൊക്കെ ഒന്ന് മാറ്റാമെന്ന് കരുതിയെന്ന് പറയും. അല്ലെങ്കിൽ ബബിത വന്ന് കണ്ടാൽ അത് മതി, വെറുതെ അവളെ പ്രശ്നമാക്കുമെന്ന് പറയും. അവൾ ഇവിടുത്തെ ഇപ്പോൾ ഒരു ഗൃഹഭരണം മൊത്തം ഏറ്റെടുക്കുന്ന അവസ്ഥയല്ല. അലീന ചേച്ചിയും അമ്മയും അച്ഛനെയും കൊണ്ട് മാത്രമേ ഉള്ളൂ അവൾ ജോലി ചെയ്യിപ്പിക്കാത്ത. ബാക്കിയുള്ള ജോലി മുഴുവൻ അവൾ ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ട് മൊത്തത്തിൽ ചെയ്യിപ്പിക്കുമെന്ന് പറയും. അവളുടെ ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് കരുതിയിരിക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ. അങ്ങനെ അലീന കിടന്ന് ചിരിക്കുകയാണ്. അതൊക്കെ പോട്ടെ, ഞാൻ നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് പറയും. കൃഷ്ണ വന്ന് പറഞ്ഞു, എന്താ ചേച്ചി നീ ഇരിക്കുകയെന്ന് പറയും. അപ്പോൾ അങ്ങനെ രോഹിത് അവിടെ ഇരിക്കുകയാണ്. അത് നീ കോളേജിൽ പോകുന്ന കാര്യമൊന്നും തീരുമാനിച്ചില്ലെന്ന് ചോദിക്കും. കോളേജിൽ പോകുന്ന കാര്യം അത് ഈ വർഷം എന്തായാലും അവരെന്നെ എക്സാം എഴുതാൻ സമ്മതിക്കത്തില്ല ചേച്ചി, ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ ഇനി കോളേജിലോട്ട് പോകാനും എനിക്ക് മനസ്സിലെന്ന് പറയും. അപ്പം നിൻ്റെ ഈ ഒരു വർഷം പോകത്തില്ലേ മോനെന്ന് ചോദിക്കും. അച്ഛൻ കോളേജിൽ പോയി നിൻ്റെ മാനേജ്മെൻറ്റ് ടീമിനെ കണ്ടെന്ന് പറയും. എന്നിട്ട് അവരും ഇതേ കണക്ക് തന്നെ പറയുന്നത്, നിന്നെ എക്സാം എഴുതാൻ അനുവദിക്കത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ മാനേജ്മെൻറ്റിൽ ഒരു അച്ഛനുണ്ട്, അച്ഛനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് ഒന്ന് പോയി ഫാദറിനെ ഒന്ന് കണ്ടാലോ എന്ന് പറയും. ഫാദർ സമ്മതിക്കുമോ ചേച്ചി? അറിയത്തില്ല, എന്തായാലും അച്ഛനെയും കൂട്ടി നമുക്കൊന്ന് ഫാദറിനെ കാണാൻ വേണ്ടി പോകാം. ഫാദറിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നമുക്ക് അനുകൂലമായിട്ട് സമീപനം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് എക്സാം എഴുതാൻ പറ്റുമല്ലോ, എന്തായാലും ഈ വർഷം എങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ നിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറയും. എന്തായാലും ഞങ്ങൾ കോളേജിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, നീയും കൂടി ഞങ്ങളുടെ കൂടെ വരണം. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ ചേച്ചി? എന്തായാലും നമുക്ക് പോയതിന് ശേഷം വലിയ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും എൻ്റെ മനസ്സ് പറയുന്നു നിനക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മോനെ, ഒരു തെറ്റിദ്ധാരണ പുറത്തല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇപ്പോൾ കേസൊന്നുമില്ല, ശരണ്യ നിനക്ക് അനുകൂലമായിട്ട് തന്നെ മൊഴി പറഞ്ഞു, ഇനിയും നിനക്ക് ശിക്ഷയൊന്നും അനുഭവിക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് നമുക്ക് കോളേജിൽ പോയി ഫാദറിനെ ഒന്ന് കാണാമെന്ന് പറയും. ശരി ചേച്ചിയുടെ ഇഷ്ടം പോലെ. അങ്ങനെ അവർ അതെല്ലാം തീരുമാനിക്കുന്നുണ്ട്. കോളേജിൽ പോയി ഫാദറിനെ കാണാമെന്ന്. അതിനുശേഷം നമ്മുടെ ശിവശങ്കരൻ ബാലേന്ദ്രനെ കാണാനായിട്ട് നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് വരുന്നുണ്ട്. കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് രോഹിത്താണ് വന്ന് വാതിൽ തുറക്കുന്നത്. അപ്പോൾ രോഹിത്തിനെ കാണുന്ന ശിവശങ്കരൻ പറയും, നീ ആളാകെ അങ്ങ് മാറിപ്പോയല്ലോ, മൊത്തത്തിലൊരു മാറ്റം എന്നൊക്കെ പറയും. അല്ല ഇവിടെ ആരും ഇല്ലയോ? കൃഷ്ണമോളും ബബിതയൊക്കെ എന്ത് ചെയ്യും? എല്ലാവരും അകത്തുണ്ട്. അച്ഛനോ? അച്ഛൻ അകത്തുണ്ടെന്ന് പറയും. ശരി, അങ്ങനെ അകത്തോട്ട് കയറുന്നുണ്ട്. അങ്കിളിരിക്കുക. ശരി, ഞാൻ ബാലേന്ദ്രനെ ഒന്ന് കാണട്ടെന്ന് പറയും. അങ്ങനെ ബാലേന്ദ്രനെ കാണാൻ വേണ്ടി അകത്തോട്ട് ചെല്ലും. ആ സമയത്ത് ബാലേന്ദ്രൻ അകത്ത് ഇങ്ങനെ വർക്ക് ചെയ്യുവാണ്. ആ സമയത്ത് അലീന ചായ എടുക്കാനായിട്ട് വരും. പറയും, ചായ വേണ്ട മോളെ, ചായയൊന്നും വേണ്ടെന്ന് പറയും. ആ സമയത്ത് ബാലേന്ദ്രൻ ചോദിക്കും, ഇതാര്? ശിവേട്ടനോ? ഇതെന്താ രാവിലെ തന്നെ? അതെന്താ എനിക്കിവിടെ രാവിലെ വന്നുകൂടായോ? അല്ല, സാധാരണ അങ്ങനെ രാവിലെ വരുന്ന പതിവില്ല, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയും. പെങ്ങളെ കണ്ടില്ലായിരുന്നോ? ഇല്ല, ഞാൻ ആദ്യം ബാലേന്ദ്രനെ കാണാമെന്ന് കരുതിയെന്ന് പറയും. അല്ല, ഹരിയുടെ കേസിൻ്റെ കാര്യമൊക്കെ എന്തുവായി? ഹരിയുടെ കേസിൻ്റെ കാര്യമൊന്നും ആയില്ല ബാലേന്ദ്ര, അവന് ജാമ്യം കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ വേണ്ടെന്ന് തന്നെ വക്കീൽ പറയുന്നതെന്ന് പറയും. ആ പെൺകുട്ടി മൊഴി മാറ്റി പറയാൻ തയ്യാറല്ലല്ലോ, രോഹിത്തിന് അനുകൂലമായിട്ട് മൊഴി മാറ്റി പറഞ്ഞ കണക്ക് അവൾ ഹരിക്കെതിരെ പറയുമെന്നും നമുക്കറിയത്തില്ലല്ലോ എന്ന് പറയും. അപ്പോഴത്തേക്ക് പിന്നെ ബാലേന്ദ്രൻ ഒന്നും മിണ്ടത്തില്ല. അല്ല, ഞാൻ ഒരു കാര്യം അറിഞ്ഞായിരുന്നു. എന്താ ശിവേട്ട? ശരണ്യയും അവളുടെ അമ്മയും കൂടി ഇവിടെ വന്നെന്നറിഞ്ഞു. അവർ വന്നായിരുന്നു. അലീനയ്ക്ക് സുഖമില്ല, പനിയാന്ന് ആ കുട്ടി ഫോൺ വിളിച്ചപ്പം അലീന പറഞ്ഞായിരുന്നു. അങ്ങനെ ആ ഓട്ടോക്കാരൻ ഷാജിയായിട്ട് ഇവിടെ വന്നായിരുന്നെന്ന് പറയും. അപ്പോൾ ഇപ്പം അവൾ ഇവിടെ വരാനും എല്ലാവരുമായിട്ട് നല്ലോണം ഇടപഴകാനും ഒക്കെ തുടങ്ങിയില്ലേ? അങ്ങനെയൊന്നുമില്ല, പവിതയ്ക്കും കൃഷ്ണമോക്കും അവളെ ഒരുപാട് ഇഷ്ടമായി. വലിയ പ്രായ വ്യത്യാസമില്ലല്ലോ അവർ തമ്മിൽ. പിന്നെ രോഹിത്ത് അവളോടൊരു തെറ്റ് ചെയ്തിട്ടുമില്ല, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാമല്ലോ എന്ന് പറയും. ഞാനൊരു കാര്യം പറഞ്ഞാൽ ബാലേന്ദ്രൻ എന്നെ സഹായിക്കുമെന്ന് ചോദിക്കും. എന്താ ശിവേട്ട? ഇപ്പം ആ കുട്ടിക്ക് ഈ വീടുമായിട്ട് നല്ല അടുപ്പമായില്ലേ, അതുകൊണ്ട് ഹരിയുടെ കാര്യത്തിൽ നമുക്ക് അനുകൂലമായിട്ടൊരു മൊഴി അവളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പിന്നെ നമ്മുടെ ബാലേന്ദ്രൻ പറയും, ശിവേട്ട ഹരി തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഹരി ജയിലിലായത്. രോഹിത്ത് അവൻ അകപ്പെട്ടു പോയതായി കേസിനകത്ത്, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്തായാലും അവരുടെ കൂടെ ആ സമയത്ത് രോഹിത്ത് ഉണ്ടായിരുന്നല്ലോ, ബാലേന്ദ്ര ഉണ്ടായിരുന്നു. പക്ഷെ അവൻ അവളോട് ഒരു ക്രൂരകൃത്യവും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവൾ മൊഴി മാറ്റി പറയാൻ തയ്യാറാവത്തില്ല. നിങ്ങളെല്ലാം കരുതുന്ന കണക്ക് അലീനെ ഒരിക്കലും അവളെ സ്വാധീനിച്ചിട്ടില്ല. രോഹിത്തിന് അനുകൂലമായിട്ടൊരു മൊഴി മാറ്റി പറയാൻ അവളോട്
ഒരിക്കലും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. അവൾക്ക് ഒരു ആശ്വാസം, അവളെ നല്ല രീതിയിൽ നല്ല തൻ്റെടക്കാരി ആക്കിയെടുക്കാൻ അലീന ശ്രമിച്ചിട്ടേ ഉള്ളൂ. വീട്ടിനകത്ത് ഒതുങ്ങി കഴിയേണ്ട പെൺകുട്ടിയായിരുന്നു അവൾ. അവളെ പതുക്കെ പുറം ലോകത്തോട്ട് കൊണ്ടുവരികയും അവൾക്ക് നല്ല മനോധൈര്യം കൊടുക്കുകയും അലീന ചെയ്തു. അപ്പോൾ അവൾക്ക് മനസ്സിലായി അവളുടെ നല്ല മനസ്സ്. അതുകൊണ്ട് തന്നെയാണ് അവൾ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ ആ പയ്യന് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവളുടെ ആത്മാർത്ഥത കൊണ്ട് അവൾ പറഞ്ഞതാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങളെല്ലാവരും കരുതുന്ന അലീന ഒരിക്കലും അവളെ സ്വാധീനം ചെലുത്തി മൊഴിമാറ്റി പറയിപ്പിക്കുകയോ ഞാൻ പണം കൊടുത്ത് സ്വാധീനിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയും. ആയിക്കോട്ടെ ബാലേന്ദ്ര, എങ്കിലും എനിക്കെൻ്റെ മകൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ എനിക്ക് വലുത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹരിയുടെ കാര്യം ഒന്ന് അലീനയോട് പറയാം. ശിവേട്ടൻ, ഞാൻ അലീനയോട് ഒരിക്കലും ഞാൻ പറയത്തില്ല ഹരിയെ രക്ഷിക്കാൻ. കാരണം അവൻ തെറ്റ് ചെയ്തതാണ്. അത് വ്യക്തമായുള്ള തെളിവ് സഹിതം സത്യമുള്ള കാര്യമാണ്. രോഹിത് തെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് രോഹിത് പുറത്തിറങ്ങിയത്. ഞാനൊരിക്കലും അലീനയോട് ഹരിയെ രക്ഷിക്കാനായിട്ട് പറയത്തില്ലെന്ന് പറയും. ബാലേന്ദ്രൻ്റെ മോൻ രക്ഷപ്പെട്ടല്ലോ, അപ്പോൾ ഇനി ബാലേന്ദ്രനെ അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. എൻ്റെ മകനാണല്ലോ ജയിലിൽ കിടക്കുന്നതെന്ന് പറയും. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പറയും, ശിവേട്ടൻ, ഞാൻ എൻ്റെ മകനെ ഹരിയെ വേർതിരിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഹരി തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവൻ ജയിലിൽ കിടക്കുന്നത്. എനിക്ക് അലീനയോട് പറയാൻ പറ്റത്തില്ല. തെറ്റ് ചെയ്ത് അവനെ രക്ഷിക്കാൻ ഞാൻ എങ്ങനെ ശരണ്യോട് പറയുമെന്ന് പറയും. ശരി ബാലേന്ദ്രൻ, എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും. എല്ലാവർക്കും അവരവരുടെ മക്കൾ തന്നെ ആണല്ലോ വലുത് എന്നൊരു ചെറിയ നീരസഭാവത്തിലാണ് ശിവശങ്കരൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ പിന്നെ അതിന് ശേഷം പോയി നമ്മുടെ വൈജയന്തിയാണ് കാണുന്നത്. അപ്പോഴത്തേക്ക് റൂം തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ ചോദിക്കും, അല്ല ഇതെന്താ ശിവേട്ടൻ രാവിലെ തന്നെ? ഓഹോ, ഇന്നലെ പാതിരാത്രിക്ക് എന്നെ ഫോൺ ചെയ്തിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുക, ഗംഗേട്ടനും ശിവേട്ടനും കൂടി ചേർന്ന് എന്നെ ചതിച്ചിവിടെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തുതീർപ്പിനായിട്ട് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നീ എൻ്റെയൊക്കെ ചോദിക്കുന്നു, നീ എന്താ രാവിലെ ഇങ്ങോട്ട് വന്നതെന്ന്? അത് പിന്നെ ഞാൻ അപ്പോഴത്തെ ഇതിലങ്ങ് പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ അവളെ ഇന്നലെ കണ്ട് സംസാരിച്ചായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞു, ഒന്നിൽ അവൾ ഈ വീട്ടിൽ നിൽക്കണം, അല്ല ഒന്നിൽ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം, എങ്കിലേ ഞാൻ ഇവിടെ നിൽക്കത്തുള്ളൂ. ഒന്നീ ഞാൻ അല്ലെങ്കിൽ അവൾ, ഞങ്ങൾ ആരെങ്കിലും ഒരാൾ മാത്രമേ വീട്ടിൽ നിന്നാൽ മതി. ഇപ്പോൾ എന്ത് തീരുമാനിച്ചു? അവൾ എന്നോട് 2 ആഴ്ചത്തെ സമയം ചോദിച്ചു. 2 ആഴ്ച എന്തിനും? അവൾ ഈ വീട്ടിൽ നിന്ന് പോകാൻ, അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന്. അലീന ഈ വീട്ടിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. അലീന ഇവിടുന്ന് പോകാൻ ബാലേന്ദ്രൻ സമ്മതിക്കുമോ? സമ്മതിച്ചാലും ഇല്ലെങ്കിൽ അവൾ ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. അവൾ ഒരുത്തി കാരണം എൻ്റെ കുടുംബജീവിതം എങ്ങനെ ആയെന്ന് പറയും. അവൾ എന്ത് ചെയ്തെന്നാണ് വൈദ്യ നീ പറയുന്നത്? അവളൊന്നും ചെയ്തില്ലേ. അവൾ കാരണമാണ് എനിക്കെൻ്റെ കുടുംബം നഷ്ടപ്പെടുന്നത്, എൻ്റെ ഭർത്താവിനെയും മക്കളെയെല്ലാം. ഇപ്പോൾ അവൾ എൻ്റെ മക്കളെ സ്വാധീനിച്ചു, ഭർത്താവിനെ സ്വാധീനിച്ച് വെച്ചേക്കും. ഇപ്പോൾ അവളാണല്ലോ അടുക്കളക്കാരിയായിട്ട് വന്നിട്ട് അവളിപ്പോൾ ഈ വീട്ടിലെ വീട്ടുകാരിയായിരുന്ന ഞാനിപ്പം ഇവിടുത്തെ ഒരു പെയിൻ ഗസ്റ്റിൻ്റെ അവസ്ഥയായി. ഇതിനേക്കാൾ അവസരം ആരാ വൈദ്യ കൊടുത്തത്? നീ എന്തിനാ എപ്പോഴും നീ ഒതുങ്ങിപ്പോയെന്ന് പറയുന്നത്? നിനക്കിപ്പോഴും അവസരമുണ്ട് ബാലേന്ദ്രനെ ഭാര്യയായിട്ട് ജീവിക്കാൻ. നീ അതിന് ശ്രമിക്കാത്തതുകൊണ്ടല്ലേ? ഓഹോ, അവളെ മതിയല്ലോ ബാലേന്ദ്രന്, എന്നെ വേണ്ടല്ലോ. സ്വന്തം ഭാര്യയും മക്കളും എങ്ങനെ പോലും ബാലേന്ദ്രന് പ്രശ്നമല്ല. അവളെ കൈയൊഴിയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. ഉടനെ പറയും, ഞാനൊന്നും പറയുന്നില്ല, നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. 2 ആഴ്ചയ്ക്ക് ശേഷം നിൻ്റെ തീരുമാനം എന്തോ നീ പറഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ അവിടുന്ന് ഒരു നീരസഭാവത്തിൽ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം എൻ്റെ റൂമിലോട്ട് അലീന വരികയാണ്. ആ സമയത്തേക്കും, ആഹാ നിൻ്റെ പനിയൊക്കെ മാറിയോ? റൂമിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിയോ? ആ ബബിത സമ്മതിച്ചോ നീ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ? ഇപ്പോൾ ഇച്ചിരി മാറ്റമുണ്ട് അച്ഛാന്ന് പറയും. എനിക്ക് അച്ഛനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നോടോ? എന്താ മോളെ? അത് ഇന്നലെ മാഡം എൻ്റെ റൂമിൽ വന്നെന്ന് പറയും. ആര്? വൈജയന്തിയോ? അതെ. എന്താ കാര്യം? അത് മാഡം എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയെന്ന് പറയും. അത് ഞാൻ ഇവിടുന്ന് മാറി താമസിക്കണമെന്ന്. അതെ, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ മാഡം, ഞങ്ങൾ ആരെങ്കിലും ഒരാൾ മാത്രമേ വീട്ടിൽ മതിയെന്നാണല്ലോ മാഡം അന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ മാഡം ഇവിടുന്ന് പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചച്ചാന്ന് പറയും. എൻ്റെ അനുവാദമില്ലാതെ നീ ഇവിടുന്ന് പോവുകയോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കും. അതെ അച്ഛാ, അച്ഛൻ്റെ അനുവാദത്തോടു കൂടി തന്നെ എനിക്ക് ഇവിടുന്ന് പോകണം. അച്ഛൻ സമ്മതിക്കണമെന്ന് പറയും. ഇല്ല, ഞാനൊരിക്കലും നിന്നെ ഇവിടുന്ന് പോകാൻ സമ്മതിക്കത്തില്ല മോളെ. ശിഥിലമായി പോകേണ്ടിയിരുന്ന ഈ കുടുംബത്തെ ഇന്ന് ഒന്നിപ്പിച്ച് നിർത്തിയത് നീ ഒരാളാണ്. ജയിലിൽ പോകേണ്ടിയിരുന്ന എൻ്റെ മോനെ പോലും ഇത്രയും മാറ്റിയെടുത്തത് നീയാ. നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടണോ? നിനക്ക് പോകാൻ ഞാൻ അനുവാദം തരണോ എന്നൊക്കെ ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്. അച്ഛൻ എന്നെ വിഷമിപ്പിക്കരുത് അച്ഛാ, എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ഞാൻ പോയില്ലെങ്കിൽ മാഡം ഇവിടുന്ന് എന്നേക്കുമായി പോകുമെന്ന് പറയും. എനിക്കത് കാണാൻ പറ്റത്തില്ല എന്ന് പറയും. മോളെ, നീ ആലോചിച്ചിട്ടാണോ സംസാരിക്കുന്നത് പറയും. അതെ അച്ഛാ, എനിക്ക് പോകണം. ശരി, നീ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വൈദ്യയോട് പറയുന്ന ഒരേ ഒരു കാര്യം, നീ ആരാണെന്നുള്ള കാര്യം ഞാൻ വൈദ്യയോട് വെളിപ്പെടുത്തുമെന്ന് പറയും. അപ്പോഴത്തേക്ക് അലീന പറയും, ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചാൽ ഞാൻ പോയതിന് ശേഷം അച്ഛൻ അമ്മയോട് പറയണം ഞാൻ ആരായിരുന്നു എന്നുള്ളത്. അപ്പോൾ ബാലേന്ദ്രൻ ശരിക്കൊന്ന് നോക്കി നിൽക്കുകയാണ്. കാരണം ഇതുവരെയും അലീന പറഞ്ഞിരിക്കുന്നത് ഞാൻ ആരാണെന്നുള്ള സത്യം ആരോടും പറയരുതാണ്. പക്ഷേ ഇപ്പോൾ അലീന തന്നെ പറയുന്നുണ്ട് തൻ്റെ ജന്മരഹസ്യം സ്വന്തം അമ്മ അറിയണമെന്നുള്ളത്. ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം അച്ഛൻ അമ്മയോട് പറയണം ഞാൻ ആരായിരുന്നു എന്നുള്ള സത്യം എന്ന് പറയും. അതാണ്
അലീനയുടെ തീരുമാനവും. കാരണം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മാഡം എന്നെ അന്വേഷിച്ച് ഒരിക്കലും വരരുതെന്ന്. അത് മകളാണെന്ന് അറിയിച്ചതിന് ശേഷം തന്നെയാണ് അത് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ അലീന പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ വൈജയോട് പറയാൻ തീരുമാനിക്കുകയാണ്. ഇത്രയും നാളും താൻ ഇട്ട് വിഷമിപ്പിക്കുകയും വേദനിക്കുകയും ചെയ്ത് അലീന തൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന മകളാണെന്നുള്ള കാര്യം നമ്മുടെ ബാലേന്ദ്രൻ വൈജയെ അറിയിപ്പിക്കാൻ പോവുകയാണ്. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതൊരു വമ്പൻ ട്വിസ്റ്റാണ് മഴതോരും മുമ്പേ എന്ന കഥയിൽ. അപ്പം അതിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പം ഇതിൻ്റെ ബാക്കി കഥയും വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേരുന്നു. നന്ദി.